ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ബാക്ക് ടു സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. സമയം നേരത്തായിരുന്നു പർച്ചേസ് എല്ലാം. നേരത്തെ ഒന്നും വാങ്ങിച്ചു വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ പങ്കുവെച്ച് നമുക്കിന്ന് പർച്ചേസ് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ സ്കൂളിലേക്ക് ആവശ്യമായ പ്രത്യേകിച്ചും ബാഗാണ് ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത്. ഈശ്വൽ ആദ്യമേ പോയി ഒരു റെഡ് കളർ എന്ന് പറഞ്ഞൊരു ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇക്ക പറഞ്ഞ് എങ്ങനെയാണെങ്കിൽ അവളെ ഇഷ്ടത്തിന് തന്നെ ആയിക്കോട്ടെ, റെഡ് കളർ തന്നെ എടുക്കാമെന്ന്. പിന്നെ പൗച്ച്, വാട്ടർ ബോട്ടിൽ, അവർക്ക് വേണ്ട ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. അവിടെ ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ടത് ഓരോന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ അതിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയാൻ പോയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഓരോ സാധനങ്ങൾ വേണം. പിന്നെ അവസാന നിമിഷം നമുക്ക് കൂടുതൽ സെലക്ട് ചെയ്ത് നിൽക്കാനുള്ള ഒരു ടൈമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇക്കാക്ക് പെട്ടെന്ന് തന്നെ പോവേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ചടപടയെന്ന് പെട്ടെന്നൊരു വൈകുന്നേരത്തിന് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. പക്ഷേ എല്ലാം ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പർച്ചേസ്. ജൂൺ 3-നാണ് കേട്ടോ മക്കൾക്ക് 2 പേർക്കും സ്കൂൾ ഓപ്പണിങ്. അപ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു ഈ ഒരു ബാക്ക് ടു സ്കൂളിലേക്കുള്ള നമ്മുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ. ബുക്സ് ഒന്നും വേണ്ടി വന്നില്ല. കാര്യം ബുക്സ് ഒന്നും വാങ്ങിക്കേണ്ടതില്ല. സ്കൂളിൽ നിന്ന് തന്നെ നോട്ട് ബുക്സും ടെക്സ്റ്റ് ബുക്സും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ നിന്ന് എല്ലാം കിട്ടുന്നത് കാരണം നമുക്ക് പുറത്തുനിന്ന് ബുക്സ് ഒന്നും വാങ്ങിക്കേണ്ടി വന്നില്ല. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളാണ് നമുക്ക് വാങ്ങിക്കേണ്ടിയിരുന്നത്. അതും എല്ലാം ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. അവിടെ ഉണ്ടായിരുന്നതും തിരക്കില്ലാത്ത ഭാഗത്തുള്ളതുമായ കുറച്ച് സാധനങ്ങൾ മാത്രം പർച്ചേസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. പിന്നെ നമുക്ക് വേണ്ടിയ സാധനങ്ങൾ പിന്നെ 2 പ്രാവശ്യമായിട്ട് പോയിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പോകെ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ അവർക്ക് വേണ്ട ലഞ്ച് ബാഗ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതും വിശുവിന് റെഡ് വേണം. റെഡ് ബാഗിന് റെഡ് ലഞ്ച് ബാഗ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് സെലക്ട് ചെയ്യുവാണ്. വിശലി എന്നെ ഒരു റെഡ് കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കറി കൂട്ടാത്ത ആളിന് പിന്നെ കറി കൊണ്ടുപോകാനുള്ള ടിന്ന് വേണം. പിന്നെ ലഞ്ച് ബോക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പർച്ചേസും തകൃതിയിൽ നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീണ്ടും കാണാം. പിന്നെ നമ്മുടെ അംബ്രല്ലയുടെ സെക്ഷനിൽ പോയിട്ടുണ്ടായിരുന്നു. ഷൂസിൻ്റെ സെക്ഷനിലും പോയിട്ടുണ്ടായിരുന്നു. അംബ്രല്ല സെലക്ട് ചെയ്യുകയാണ് കേട്ടോ 2 പേരും കൂടെ. ബാഗ് നനയരുത്, അതാണ് മെയിൻ. നമുക്ക് ബാഗും അവരും കൂടെ കവറായി നിൽക്കുന്ന സാധനം വാങ്ങിക്കണം. അങ്ങനെ ബാഗും ഷൂസും ഒക്കെ ഇട്ട് നോക്കി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ രാത്രി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ സമയം ഒട്ടും വൈകിച്ചില്ല. നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ പോയി. ഇക്ക ഷോപ്പിലേക്ക് പോയി. ഇനി നമുക്ക് പിറ്റേ ദിവസം ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. കാര്യം പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ഈ വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ട് തന്നെ ഞാൻ കൊടുത്തേക്കാം ഇൻഷാ അല്ലാഹ്.
അങ്ങനെ നമ്മൾ റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ് ബാക്ക് ടു സ്കൂളിൻ്റെ കണ്ടിന്യൂവേഷന് വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വാങ്ങിക്കാനുള്ളത് നമുക്ക് മെയിനായിട്ടും വൈറ്റ് കളറ് ഷൂസാണ്. അപ്പോൾ ഷൂസ് എന്ന് പറയുമ്പോൾ ഇവർക്ക് വൈറ്റിൽ വരുന്നത് ക്യാൻവാസാണ് വാങ്ങിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നലെ പോയ ഷോപ്പിൽ ബ്ലാക്ക് ഷൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വൈറ്റ് കിട്ടിയില്ല. അപ്പോൾ അത് വാങ്ങിച്ചില്ല. അപ്പോൾ നമുക്കിന്ന് ആ വൈറ്റ് ഷൂസ് എന്തായാലും വാങ്ങിച്ചേ പറ്റൂ. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാനുള്ളത് നമുക്ക് പോകെ വീഡിയോസ് കണ്ടു പോകാം കേട്ടോ. ഇൻഷാല്ലാ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇക്ക നമ്മുടെ കൂടെ ഇല്ല. നമ്മൾ 3 പേരും കൂടി തന്നെ പർച്ചേസിന് പോകുന്നത്. നമ്മൾ ഇന്നലെ ഇക്കായെ പോയി കടയിൽ നിന്ന് വിളിച്ചിട്ട് ഇക്കയുടെ ഷോപ്പിന് അടുത്തുള്ള ഒരു ഷോപ്പിൽ കയറി പെട്ടെന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് പോയി ഉടനെ തന്നെ ഈവനിങ് ടൈം ഒരു ചായയൊക്കെ കുടിച്ച് ആയിഷ നസ്റിനും എനിക്കും വടയും ഇശലുവിന് പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇശലുവിൻ്റെ ക്യാൻവാസ് തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒരു കടയിൽ കയറിയപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇശലുവിൻ്റെ അളവും കൂടെ കിട്ടണം ഇനി. അങ്ങനെ അതും തപ്പി നോക്കുമ്പോഴത്തേനും അതും കറക്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ അതും വാങ്ങിച്ച് നമ്മൾ പേയ്മെൻറ്റൊക്കെ നടത്തി അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള കടയിൽ തന്നെ പാൻറ്റീസൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാര്യം ഇവരുടെ പിനഫോമിൻ്റെ അടിയിലിടാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ആ ഒരു ഏരിയയിൽ നമുക്ക് ഒരുപാട് ഷോപ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. അതിൻ്റെ ഇടയിൽ ഈശൽ എന്തൊക്കെയോ അവിടുത്തെ സെയിൽസ് ഗേളുമായിട്ട് തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്. അത് കേട്ട് ഞാനും ചിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് ബാഗിൻ്റെ കളക്ഷൻസൊക്കെ കണ്ടിട്ട് ആ ഇശൽ പോയി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും നോക്കി. അപ്പോൾ ഇശലുവിന് ഇത് ബാഗൊന്നും വേണ്ട, ഇശലുവിൻ്റെ റെഡ് കളർ ബാഗ് മതി. ഇന്നലെ വാങ്ങിച്ച ബാഗിലാണ് ഇശലുവിൻ്റെ മനസ്സ് മൊത്തം ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ജസ്റ്റ് നോക്കിയിട്ട് അതൊക്കെ അവിടെ വെച്ച് അവിടെ നിന്നും യാത്രയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് സാധനം മാത്രം പർച്ചേസ് ചെയ്യാനുള്ളതുകൊണ്ട് വൈകിട്ട് ഒരു 5-5:30 സമയത്താണ് കേട്ടോ ഇറങ്ങിയത്. എന്ത് പെട്ടെന്നാണല്ലേ രാത്രിയായത്, എത്ര പെട്ടെന്നാണ് 7:30 ആയതെന്ന് അറിഞ്ഞില്ല. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ വീട്ടിലേക്ക്. അങ്ങനെ നമ്മുടെ ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷൻസും പർച്ചേസും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടു. നമ്മൾ വന്നപ്പോൾ നമ്മുടെ കുട്ടൻ പോകുന്നത് കണ്ടോ, നമ്മളെ കണ്ടിട്ട് ഓടി വന്നതാണ്. നമ്മൾ വീടെത്തി. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. രണ്ടുപേർക്കും നല്ല ഉറക്കം വന്നു കേട്ടോ, രാത്രിയായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തോളൂ. ഉടനെ തന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ, ഇൻഷാ അള്ളാ.